ബ്രഹ്മകുളം ഹൗസ്. എറണാകുളം വൈറ്റിലയ്ക്കടുത്തുള്ള നിർമ്മൽ ഗാർഡൻ എന്ന ഹൗസിംഗ് കോളനിയിലെ ആകർഷകമായൊരു വീടാണിത്. ഒരു ഗ്രീൻ ഹൗസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന വിധം ഗാർഡന്റെ പച്ചപ്പ് കൊണ്ട് ആവരണം ചെയ്യപ്പെട്ട വീട്. എലിവേഷന് ചാരുത പകരുന്ന ഡോമുകളും ബാൽക്കണിയും ഷാമിയാന സ്റ്റൈലിലുള്ള റൂഫും സ്റ്റോൺ ക്ലാഡ് ചെയ്ത ചുമരുമൊക്കെ കൗതുകം പകരുന്ന മറ്റു കാഴ്ചകളാണ്. വിശാലമായ പൂൾ. വീടിന്റെ ഏത് കോണിൽ നിന്നാലും കാണാവുന്ന വിധം ആകർഷകമായി നിർമ്മിച്ച നല്ലൊരു പൂൾ. 2000 സ്ക്വയർ ഫൂട്ടാണ് ഈ വീടിന്റെ വലിപ്പം. നല്ലൊരു കാർ പോർച്ച്. പൂളിന്റെ ഓരം ചേർന്നുള്ള ചെറിയ മുൻവരാന്ത. സെൻട്രലി ലൊക്കേറ്റഡ് ആയ റൗണ്ട് ഷേപ്പിലുള്ള ഈ ലിവിംഗ് ഏരിയ. കൺസീൽഡ് സ്റ്റൈലിൽ രൂപകൽപ്പന ചെയ്ത കിച്ചൺ ആൻഡ് ഡൈനിങ് ഏരിയ. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഈ ബെഡ്റൂം. ഫസ്റ്റ് ഫ്ലോറിലെ ഈ റൗണ്ട് ഷേപ്പിലുള്ള ഈ ഇൻസൈഡ് ബാൽക്കണി. ഈ ഓപ്പൺ ബാൽക്കണി. മുകൾ നിലയിൽ ഒരുക്കിയ 2 കിടപ്പറകൾ. പിന്നെ റൂഫ് ടോപ്പിൽ ഒരുക്കിയ ഈ പാർട്ടി ഏരിയ. ഇത്രയും സൗകര്യങ്ങളാണ് ഈ വീട്ടിലുള്ളത്. ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന പേരിൽ കേരളത്തിലുടനീളം സ്വിമ്മിംഗ് പൂളുകൾ ഒരുക്കുന്ന ശ്രീ ജോൺസന്റേതാണ് ഈ വീട്. കളമശ്ശേരിയിലെ സേജ് ഗ്രൂപ്പ് ഓഫ് ആർക്കിടെക്ട്സിലെ ശ്രീ PM മോഹനാണ് ഇതിന്റെ ഡിസൈൻ ഒരുക്കിയത്. നിർമ്മിച്ചത് ഇദ്ദേഹത്തിന്റെ തന്നെ കീഴിലുള്ള കൺസ്ട്രക്ഷൻ വിങ്ങും. ശരിക്കും ഈ നമ്മളൊരു 6.5 മീറ്റർ വിഡ്ത്തിലുള്ളൊരു ബിൽഡിംഗ് ആയിരിക്കും. അപ്പം അതിനകത്ത് ഇത്തരം ഒരു ഡിസൈനാണ് ഏറ്റവും നമുക്ക് ഇതിനകത്ത് വെന്റിലേഷനും കാണാൻ എലിവേഷൻ ഭംഗിയും എല്ലാം കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിന് മൊത്തത്തിൽ നമ്മൾ ഈ വീടിൻ്റെ ഒരു ഉടമസ്ഥൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 3 ബെഡ്റൂം ഉള്ള ഒരു വീട്. അപ്പോൾ അതാണ് അവരുടെ ഒരു റിക്വയർമെൻറ്റ്സ്. അതിലേക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നതാണ് ഈ കമ്പൈൻഡ് കിച്ചൺ കം ഡൈനിങ്, ലിവിങ് റൂം, ഒരു സൈഡിൽ ഒരു ഗസ്റ്റ് ബെഡ്റൂം. പിന്നെ നമ്മൾ സ്റ്റെയർ കയറി മുകളിൽ ചെല്ലുമ്പോൾ 2 ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഇതും കൂടാതെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നേരെ എൻട്രി ചെയ്യാവുന്ന തരത്തിൽ ടെറസിൽ പോയി ടെറസും കൂടെ ഉപയോഗിക്കാവുന്ന തരത്തിൽ. അപ്പോൾ ഉണ്ടാക്കിയ ഏരിയ ഏകദേശം 2000 സ്ക്വയർ ഫീറ്റ് അടുത്തുള്ള ഏരിയ നമ്മൾ മാക്സിമം യൂട്ടിലിറ്റിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മളെന്ന് വെച്ചാൽ ഈ ഫ്രണ്ടിലുള്ള 4 മീറ്ററിൻ്റെ ഉള്ളിൽ ഒരു ഈ സ്വിമ്മിംഗ് പൂൾ കൊടുത്തിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ സ്വിം ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ എക്സസൈസ് കുറവാണല്ലോ. അപ്പോൾ കുറച്ച് സ്വിമ്മിങ് സൗകര്യം ചെറിയ പ്ലോട്ടിലാണെങ്കിലും കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു കാര്യം, അഡ്വാൻറ്റേജ് ഉള്ള കാര്യമാണ്. അപ്പോൾ ഒരു സ്വിമ്മിംഗ് പൂളിനകത്ത് 2 കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒന്ന്, ഇപ്പോൾ 6 സെൻറ്റ് പ്ലോട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഈ പ്ലോട്ടിനകത്ത് ഇത്രയും ഒരു സ്വിമ്മിംഗ് പൂൾ കൊടുക്കുകയാണെങ്കിൽ ഈ പ്ലോട്ടിൻ്റെ മൊത്തം ഏരിയയിൽ അതിൻ്റെ ആ സ്വിമ്മിംഗ് പൂള് ഉള്ളത് കൊണ്ട് അത്രയും വെള്ളത്തിൻ്റെ ഒരു ക്വാണ്ടിറ്റി നമ്മൾ സ്വിമ്മിംഗ് പൂൾ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ ടെമ്പറേച്ചർ മൊത്തത്തിൽ വ്യത്യാസം വരികയും ചെയ്യും. നല്ലൊരു തണുത്ത കാറ്റ് എപ്പോഴും കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് നിലനിർത്തിക്കൊണ്ടാണ് ഈ സ്വിമ്മിംഗ് പൂൾ അവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ടിലെ മെയിൻ റോഡ് ഈ പ്ലോട്ടിന് ലെങ്ത് വൈസിൽ പാരലായിട്ടാണ് റോഡുള്ളത്. അപ്പോൾ നമ്മൾ സൈഡ് റോഡുണ്ട്. ഫ്രണ്ടിൽ റോഡ് വൈഡനിങ് ഉള്ള റോഡായതുകൊണ്ട് അവിടെ നമുക്ക് 4 മീറ്റർ വിടേണ്ടി വരും. അപ്പോൾ സൈഡ് റോഡിൽ നിന്നാണ് ഈ എൻട്രൻസും നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് ഈ കാർ പോർച്ചിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. സൈഡ് റോഡിൽ നിന്ന്. കാരണം എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ നിന്ന് എൻട്രൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്രണ്ടിലെ ഏരിയയിൽ കുറച്ച് വേസ്റ്റ് ഏരിയ. അപ്പോൾ സൈഡിൽ മാക്സിമം 6 സെൻറ്റ് പ്ലോട്ട് ആയതുകൊണ്ട് സൈഡിൽ നിന്നുള്ള എൻട്രൻസ് കൊടുത്തിരിക്കും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 11.5 മീറ്ററോളമുള്ള പ്ലോട്ടിൽ 4 മീറ്റർ ഫ്രണ്ട് പോയി 1 മീറ്റർ സൈഡിൽ വിട്ടു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഏകദേശം നമുക്ക് 1.5 മീറ്റർ അങ്ങനെ നമുക്ക് ഈ ബിൽഡിങ്ങിൻ്റെ വിട്ടുള്ളൂ. അപ്പോൾ അത്തരം വിട്ടിൽ ഏകദേശം ഒരു 2000 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു ബിൽഡിങ്ങാണ്. അതിനുള്ള റിക്വയർമെൻറ്റ്സ് അതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൈഡിൽ എൻട്രൻസ് കൊടുത്തിട്ട് കാർ പോർച്ച് സൈഡിൽ നിന്ന് കൊടുത്തിട്ടാണ് ഈ ബിൽഡിംഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് സൈഡിൽ പൂളായതിനാൽ കാർ പോർച്ച് നിർമ്മിക്കാൻ ആകാത്തതിനാലാണ് സൈഡ് റോഡിൽ നിന്ന് എൻട്രി നൽകി ആ ഭാഗത്ത് തന്നെ കാർ പോർച്ച് ഒരുക്കിയത്. കാർ പോർച്ചിനോട് ചേർന്ന് ചെറിയൊരു സിറ്റ് ഔട്ടിനരികിൽ നിന്ന് വീട്ടിലേക്ക് പ്രവേശിക്കാനായി 2 എൻട്രി ഡോറുകൾ നൽകിയിട്ടുണ്ട്. അതിലൊന്ന് തുറക്കുന്നത് ഈ ഫോമൽ ലിവിംഗ് സ്പേസിലേക്കാണ്. മറ്റൊന്ന് ഗ്രൗണ്ട് ഫ്ലോറിലെ ഏക കിടപ്പുമുറിയിലേക്കും. ഇതാണ് ഇവിടുത്തെ ലിവിംഗ് ഏരിയ. സർക്കിൾ ഷേപ്പിലുള്ള ഡിസൈൻ. ഇവിടുത്തെ ഇരിപ്പിടങ്ങൾ രൂപകൽപ്പന ചെയ്തതും ഈ സർക്കിൾ ഷേപ്പിനെ അടിസ്ഥാനമാക്കിയാണ്. സർക്കിൾ ഷേപ്പിന് അനുസൃതമായാണ് ജാലകങ്ങൾ രൂപകൽപ്പന ചെയ്തതും. സ്റ്റെയർകേസിനിടയിൽ ഒരു വാട്ടർ ഫൗണ്ടനും നൽകിയിട്ടുണ്ട്. ഹൈ റൂഫ് നൽകിയാണ് ലിവിംഗ് ഏരിയയുടെ നിർമ്മാണം. വീടിന്റെ എലിവേഷനിൽ ഒരു ഡോമായി ഉയർന്നു കാണുന്നത് ലിവിംഗ് ഏരിയയുടെ ഈ ഹൈ റൂഫാണ്. ഇങ്ങനെ ഡബിൾ ഹൈറ്റിൽ നിർമ്മിച്ചതും ഡോമിന് ധാരാളം ജാളികൾ നൽകിയതും വഴി ലിവിംഗ് ഏരിയയിലെ ഉഷ്ണവായു സദാ പുറന്തള്ളപ്പെടുകയും ലിവിംഗ് ഏരിയയിൽ നല്ല കൂളിംഗ് ഫീലിംഗ് ലഭിക്കുകയും ചെയ്യും. അത് ഇവിടുത്തെ ഡിസൈൻ അഡ്വാൻറ്റേജ് ആണ്. ഈ ലിവിംഗ് റൂമിനാണ് ഈ ഡിസൈനിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. സെൻട്രൽ ലൊക്കേറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു റൗണ്ട് ഷേപ്പിലുള്ള ലിവിംഗ് റൂമാണ്. അപ്പോൾ സ്റ്റെയർ റൂമിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബാൽക്കണിയും അത് റൗണ്ടിലായിട്ടാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ റൗണ്ട് ഷേപ്പിലുള്ള ഡിസൈനിനുള്ള ഈ ലിവിംഗ് റൂമിൻ്റെ ഫ്രണ്ടിലെ വിൻഡോസ് വരുന്നത് റൗണ്ട് ഷേപ്പിൽ തന്നെയാണ്.
അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് അപ്പോൾ ഏകദേശം സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു 10-75,000 ലിറ്റർ വെള്ളം ഉള്ളൊരു ഇത്രയും ബിൽഡിങ്ങിനോട് ചേർന്നിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ അത് അത്രയും വെള്ളം അവിടെ കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്വിമ്മിംഗ് പൂളിൽ ഇത്രയും വെള്ളം ഉള്ളപ്പോൾ ഒരു നല്ല തണുത്ത കാറ്റ് നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് അബ്സോർവ് ചെയ്യാനായിട്ട് ഈ വിൻഡോ വഴി അബ്സോർവ് ചെയ്യാൻ കഴിയും. ഓട്ടോമാറ്റിക്കായിട്ട് ഈ ലിവിങ് റൂമിൽ ചൂടുള്ള വായു മുകളിലേക്ക് പോകാൻ വേണ്ടി അതിന് പ്രത്യേക രീതിയിൽ നമ്മൾ മുകളിൽ ഡൂം ഡിസൈൻ ചെയ്തത് അങ്ങനെയാണ്. അപ്പോൾ ആ ഡൂമിൽ നമ്മൾ വെന്റിലേഷൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്പേസ് വഴി ഈ എയർ ചൂടുള്ള എയർ സക്ക് ചെയ്ത് നമ്മൾ ഈ റൂമിൻ്റെ ഉള്ളിൽ നല്ല ഒരു കൂൾ ക്ലൈമറ്റ് നിലനിർത്തിക്കൊണ്ട് ഈ സുഖകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ പറ്റും. മാത്രമല്ല മറ്റു മുറികളിൽ അപ്പോൾ സൈഡിലുള്ള ബെഡ്റൂമിനും ഡൈനിങ് റൂമിനും ഉള്ള സഫോക്കേഷൻ ഒഴിവാക്കാനും ഇത് കഴിയും. ലിവിംഗ് ഏരിയയ്ക്ക് അരികിലെ ഈ ആർച്ചിനപ്പുറമാണ് കിച്ചൺ ആൻഡ് ഡൈനിങ് ഏരിയ. ഒരു കമ്പൈൻഡ് സ്റ്റൈൽ ഡിസൈൻ, ഗ്ലാസ് ടോപ്പോട് കൂടിയ റൗണ്ട് ഷേപ്പ് ടേബിൾ, അരികിൽ പാൻട്രി സ്പേസ് പോലെ ഒരിടം, പിന്നെ കുക്കിംഗ് സ്പേസ്. ഇങ്ങനെ വളരെ കോമ്പാക്റ്റ് ആയ ഒരു കിച്ചൺ ആൻഡ് ഡൈനിങ് അറേഞ്ച്മെന്റ് ആണിവിടെ. ഏറെ നിറപ്പകിട്ടുള്ള മുറി, അതുകൊണ്ട് തന്നെ ആകർഷകവും. ഡൈനിങ് ടേബിളിന് സമീപത്തു നിന്ന് പുറത്തേക്കൊരു ഡോർ നൽകിയിട്ടുണ്ട്. അതിനാൽ സ്വിമ്മിംഗ് പൂളിലേക്കും ഗാർഡനിലേക്കും നല്ല വ്യൂ കിട്ടും. ഒരു തടാകത്തിൻ്റെ കരയ്ക്കിരിക്കും ഭക്ഷണം കഴിക്കുന്ന മാതിരി ഒരു റിസോർട്ട് ആംബിയൻസ് നമുക്ക് കിട്ടുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഡൈനിങ് റൂമിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ശരിക്കും ഒരു ലേക്കിൻ്റെ പക്കത്തിരിക്കുന്ന ഒരു ആ ഫീൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കിച്ചണും ഡൈനിങ് റൂമും കൂടെ കമ്പൈൻഡ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പാറ്റേൺ എന്ന് പറയുന്നത് കുറച്ച് വ്യത്യസ്തമാണ്, ഉപയോഗിക്കാനും കുറച്ചുകൂടി എളുപ്പമുണ്ട് ഇത്തരം ഉപയോഗം. ഇവിടെ നിന്നുള്ള എൻട്രൻസ് നമുക്ക് പുറത്തേക്കുള്ളത് കൊണ്ട് ഡയറക്റ്റായിട്ട് വരാന്തയിലേക്ക് ഡൈനിങ് റൂമിൽ നിന്ന് ഇറങ്ങാം. അപ്പോൾ ലിവിങ് റൂമിൽ ആരെങ്കിലും ഉള്ള സമയത്ത് കൂടുതൽ ആളുകൾ ലിവിങ് റൂമിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഡൈനിങ് റൂം കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിലും ഡൈനിങ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിലേക്ക് പോകാൻ വളരെ എളുപ്പത്തിൽ കഴിയാവുന്ന രീതിയിലും ആ വ്യൂ സ്വിമ്മിംഗ് പൂളിൽ നിന്നുള്ള വ്യൂ കിട്ടുക തരത്തിലും പിന്നെ സ്വിമ്മിംഗ് പൂളിൻ്റെ നമ്മൾ നല്ലൊരു സ്വിമ്മിംഗ് പൂളിൽ നിന്ന് തണുത്ത കാറ്റ് ഡൈനിങ് റൂമിലേക്ക് പ്രവേശിക്കാവുന്ന രീതിയിലുമാണ്. അതിനുവേണ്ടി തന്നെയാണ് ശരിക്കും ഈ വിൻഡോസ്, ഇത് റൗണ്ട് വിൻഡോസ് ഉണ്ട്, ഒരു എൻട്രൻസും ഉണ്ട്, അത് കൊടുത്തിരിക്കുന്ന അത്തരത്തിലാണ്. ഇവിടുത്തെ സ്റ്റെയർ കേസിന്റെ ഡിസൈനും ആകർഷകമാണ്. അനായാസം കയറി ഇറങ്ങാവുന്ന വിധത്തിലാണ് ക്രമീകരണം. ലിവിംഗ് ഏരിയയിൽ നിന്നാണ് സ്റ്റെയർ കേസിന്റെ തുടക്കം. അതൊരു ഇൻസൈഡ് ബാൽക്കണിയായി വികസിക്കുന്നത് പോലെയാണ് രൂപകൽപ്പന. ഗ്രാനൈറ്റ് പടികളും സ്റ്റീൽ ഹാൻഡ് റെയിൽസുമാണ് സ്റ്റെയർ കേസ്. സ്റ്റെയർ കേസ് കയറിയെത്തുമ്പോൾ ആദ്യം കാണുന്ന ഈ വാതിൽ റൂഫ് ടോപ്പിലേക്കുള്ള പടികളിലേക്കാണ്. രണ്ടാമത്തെ വാതിൽ ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യ കിടപ്പറയിലേക്കും, ബാൽക്കണിയിലൂടെ നീങ്ങുമ്പോൾ കാണുന്ന ഈ ഡോർ ഓപ്പൺ ബാൽക്കണിയിലേക്കും, അതിനടുത്ത ഡോർ ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ കിടപ്പറയിലേക്കുമാണ്. ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യ കിടപ്പുമുറി ഇതാണ്, ഒതുക്കമാർന്ന മുറിയും ഫർണിഷിംഗും. ഈ വീട്ടിലെ അടുത്ത സൗകര്യം ഇതാണ്, ഒരു ഓപ്പൺ ബാൽക്കണി. താഴെയുള്ള സ്വിമ്മിംഗ് പൂളിന്റെ മനോഹാരിത ടോപ്പ് ആംഗിളിൽ നിന്ന് ആസ്വദിക്കാവുന്ന വിധത്തിലാണ് രൂപകൽപ്പന. ഈ വീടിന്റെ ആദ്യ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയപ്പോൾ ഈ ഇടം ഒരു കിടപ്പുമുറിയായിട്ടായിരുന്നു രൂപകൽപ്പന ചെയ്തത്. പക്ഷേ ഒരു അതിഥി മന്ദിരമായതിനാൽ അതുമാറ്റി ഒരു ഓപ്പൺ ബാൽക്കണിയായി രൂപപ്പെടുത്തുകയായിരുന്നു. ചാരുപടികളോട് കൂടിയുള്ള സീറ്റിംഗ് സൗകര്യത്തോടു കൂടി നിർമ്മിച്ചതിനാൽ ഒരു അപ്പർ ലിവിംഗ് ഏരിയ ആയി കൂടി ഇത് ഉപയോഗിക്കാം. ഇത് ഈ ഏരിയ എന്ന് പറയുമ്പോൾ കാർപോർച്ചിന്റെ മുകളിലുള്ള ഏരിയയാണ് ഈ ഭാഗം. ഒരു കണക്കിൽ ഈ വീടിൻ്റെ അപ്പർ ലിവിംഗ് ഏരിയ എന്ന് തന്നെ ഇതിനെ പറയാൻ പറ്റും. ഇത് ഡിസൈൻ ചെയ്തപ്പോൾ 4 ബെഡ്റൂമായിട്ട് ഡിസൈൻ ചെയ്ത് വന്ന വീടാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ഈ 3 മെമ്പേഴ്സാണ് ഈ വീട്ടിലുള്ളത്. 3 മെമ്പേഴ്സിന് അവർ റിക്വയർമെൻറ്റ്സിൽ 3 ബെഡ്റൂം മതി. പിന്നെ ഒരു അപ്പർ ലിവിങ് നമ്മൾ ഉള്ളിൽ ഡിസൈൻ ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ കാർപോർച്ചിൻ്റെ ടെറസിലുള്ള ഈ ഏരിയ ഒരു ശരിക്കും നമുക്കൊരു അപ്പർ ലിവിങ്ങിന് പകരമായിട്ട് നല്ല വിശാലമായിട്ട് നല്ല കാറ്റും വെളിച്ചമുള്ള നല്ലൊരു ഏരിയ ആയിട്ട് എടുക്കണം എന്നുള്ള അവരുടെ അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്താണ് ഈ ഏരിയ ഇത്തരത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ വീട്ടിലെ അടുത്ത സൗകര്യമാണിത്, ഇവിടത്തെ 3ാമത്തെ കിടപ്പറ. മിനിമലിസ്റ്റ് ഫർണിഷിങ്ങോട് കൂടിയ മുറി. സ്റ്റെയർ കേസ് കയറിയെത്തുമ്പോഴുള്ള ഈ ആദ്യ വാതിലിനപ്പുറം കുറച്ചു പടിക്കെട്ടുകൾ. അത് കയറി ചെല്ലുമ്പോൾ റൂഫ് ടോപ്പായി. അവിടെ ഈ ഡോമിന് ഇരുപുറവുമായി നല്ലൊരു പാർട്ടി ഏരിയയാണ്. പെർമനന്റ് ഷാമിയാനയും ആംഫി തിയേറ്ററും സജ്ജീകരിച്ച ഇടം. റൂഫിന് ചുറ്റുമായി നൽകിയ ഗാർഡനും ഈ ഏരിയയെ ഏറെ ഹൃദ്യമാക്കുന്നു. ഈ വീടിന്റെ ഏറ്റവും ടോപ്പിലെ ഫ്ലോറാണ്, ഓപ്പൺ ടെറസ് ഏരിയയാണ്. ഇവിടെ നല്ല കാറ്റ്, നല്ല സുഖം ഇവിടെ ഇരിക്കാനും ഇവിടെ ഇരുന്ന് പഠിക്കാനും അതുപോലെ തന്നെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിനും അത്തരം ചെറിയൊരു പാർട്ടി, ഒരു ബർത്ത്ഡേ പാർട്ടി നടത്താൻ പോലും ഈ ഓപ്പൺ ടെറസ് ഉപയോഗപ്രദമായ രീതിയിലുള്ള ഒരു ഡിസൈനാണ്. ചെറിയൊരു നല്ലൊരു ഗാർഡൻ ടോപ്പിൽ. സാധാരണ ഇതിന് നമ്മളിപ്പോൾ ചെറിയൊരു വീടായതുകൊണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ അത്ര ഏരിയ കുറവാണ്. അപ്പോൾ ആ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്കിപ്പോൾ ഒരു ചെറിയൊരു പാർട്ടി നടത്താൻ ബുദ്ധിമുട്ടാണല്ലോ.
അപ്പോൾ അതുകൊണ്ട് കഴിയുന്നിടത്തോളം മാക്സിമം യൂട്ടിലിറ്റി അത് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്തരം അമ്പർല പോലെ സെറ്റ് ചെയ്ത് നമുക്ക് വൈകുന്നേരങ്ങളിൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് നല്ല കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇരിക്കാം. കുട്ടികൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് പഠിക്കാം. അതുപോലെ തന്നെ ചെറിയ ഫാമിലി ഗെറ്റ് ടുഗദർ, ഒരു ബാർബക്യൂ, അതുപോലെ തന്നെ ഒരു ബൊഫേ ഒക്കെ സെറ്റ് ചെയ്യാനാണ് ഈ ടെറസ് വളരെ ഉപയോഗപ്രദമായ രീതിയിൽ തന്നെയാണ് ഈ വീടിൻ്റെ ഡിസൈനിൽ നമ്മളത് നോക്കിയിട്ടുള്ളത്. ഒരു സ്വകാര്യ അതിഥി മന്ദിരം എന്ന നിലയിൽ ഈ വീടിനെ ലക്ഷറി നിലവാരത്തിലേക്ക് ഉയർത്തുന്നത് ഈ സ്വിമ്മിംഗ് പൂളും അതിനു ചുറ്റുമുള്ള ഗാർഡനുമാണ്. ഈ ഉയർന്ന പുറം മതിലും അതിനപ്പുറം ഉയർന്നു കാണുന്ന ചെടികളും ഈ പൂളിന് നല്ല പ്രൈവസി നൽകുന്നുണ്ട്. ഈ വീടിൻ്റെ ഫ്രണ്ടിൽ 4 മീറ്ററാണ് സെറ്റ് ബാക്ക് ഉള്ളത്. അപ്പോൾ മെയിൻ റോഡിൻ്റെ സൈഡിൽ വീടിൻ്റെ ഇടയിലോട്ടുള്ള 4 മീറ്ററിൻ്റെ ഉള്ളിൽ ലെങ്ത് വൈസിൽ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ തന്നെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്വിമ്മിംഗ് പൂളിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സ്വിമ്മിംഗ് പൂളിലെ പ്രൈവസിക്ക് വേണ്ടിയിട്ട് തന്നെ ശരിക്കും ഇതിൻ്റെ സൈഡിലുള്ള ഈ ഗാർഡനിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ചെടികളും അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലുള്ള ബാൽക്കണി, ഇതൊക്കെ ഇതിൻ്റെ പ്രൈവസിക്ക് നല്ലൊരു എലമെൻ്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ റൂമിൽ നിന്നും, ലിവിങ് റൂമിൽ നിന്നും ബെഡ്റൂമിൽ നിന്നും അല്ലെങ്കിൽ മറ്റു റൂമിൽ നിന്നും ഇതിനൊരു നമുക്ക് സ്വിമ്മിംഗ് പൂളിൻ്റെ ഈ ഫ്രണ്ടിലെ ഗാർഡനുമായിട്ട് കണക്ട് ചെയ്തു. സ്വിമ്മിംഗ് പൂൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗാർഡനൊരു ഭംഗി കൂട്ടാനും ശരിക്കും നല്ലൊരു തടാകം പോലെ അത് അത്തരത്തിലും സ്വിമ്മിംഗ് പൂളിൽ ഈ വീടിനൊരു പ്രത്യേക ഭംഗികൾ കൊടുത്തു. ഒട്ടേറെ വലിയ വീടുകൾ രൂപകൽപ്പന ചെയ്തയാളാണ് ശ്രീ P.N. മോഹൻ. 6000-ഉം 8000-ഉം ഒക്കെ സ്ക്വയർ ഫുട്ട് വലിപ്പമുള്ള വീടുകൾ, 30-ഉം 40-ഉം സെന്റ് വലിപ്പമുള്ള വലിയ പ്ലോട്ടിൽ ആഡംബര തികവോടി നിർമ്മിച്ച നിരവധി വീടുകൾ. ഇത്തരം വലിയ വീടുകൾ രൂപകൽപ്പന ചെയ്തയാൾ തന്നെയാണ് തീരെ ചെറിയ ഈ പ്ലോട്ടിൽ വളരെയേറെ കൈയടക്കത്തോടെ ഈ ലക്ഷറി സൗധം ഒരുക്കിയത്. പ്ലോട്ടിന്റെ പരിമിതികളെ അതിജീവിക്കുന്ന ഈ ഡിസൈൻ സുപ്പീരിയോറിറ്റിയാണ് ഈ വീടിനെ ശ്രദ്ധേയമാക്കുന്നതും.